ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, സുഖമാണോ കുഞ്ഞുങ്ങളെ? മഴയുടെ ഒരു ഗ്യാപ്പ് നോക്കി വീഡിയോ എടുത്തതാണ് കേട്ടോ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എന്റെ പ്രാർത്ഥനയിലുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കുറവലങ്ങാട് കുര്യനാടുള്ള PDM സെന്ററിൽ വെച്ചിട്ട്, കുറവലങ്ങാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിൽ ചെന്ന് വരും, അങ്ങനെയല്ല. കുറവലങ്ങാട് PDM സെന്റർ എന്ന് പറഞ്ഞത് കുര്യനാടാണ്, കുര്യനാട്. അപ്പോൾ കുര്യനാടുള്ള PDM സെന്ററിൽ വെച്ചിട്ട് ഈ 2ാം ശനിയാഴ്ച ഒരു 1 ഡേ കൺവെൻഷൻ നടന്നു. നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങൾ വളരെ അറിഞ്ഞതാണല്ലോ. എങ്കിലും ഏറ്റവും അടുത്ത വിളിയാണ് കേട്ടോ, ഓർമ്മ പുതുക്കലിന്റെ വിളിയാണ്. പിന്നെ രാവിലെ ഒരു ശുശ്രൂഷ ഉച്ചയാകുമ്പോഴത്തേക്കും തീരും. ഉച്ച കഴിഞ്ഞ് 1:30 ആകുമ്പോഴത്തേക്കും വീണ്ടും 4:30 ആരംഭിച്ച് വീണ്ടും 7-8 മണിക്കുള്ളിൽ 2 സമയത്താണ് സായാഹ്ന ശുശ്രൂഷയും രാവിലത്തെ ശുശ്രൂഷയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ ആ ശുശ്രൂഷയിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കുന്നതാണ്. ഈ എളിയദാസനും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. വേറെ ബുക്കിംഗ് ഒന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പോരെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഉള്ള വിശേഷം, പിന്നെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഈ പ്രാവശ്യം അങ്ങനെ വെച്ചേ ഉള്ളൂ. പിന്നെ ഇനി അടുത്ത മാസം പിന്നത്തെ മാസമൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ശുശ്രൂഷകൾ ക്രമീകരിക്കും. അങ്ങനെയാണ് കേട്ടോ. അതിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി വരണം. പിന്നെയുള്ളത് ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞവരും ചെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് PDM-ന്റെയും ASTM-ന്റെയും വൈദികര വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്നവരുടെ സിസ്റ്റേഴ്സിന്റെ വൈദികരുടെ അതിൻ്റെ എല്ലാ ഉപകാരികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. സാധാരണ 1-ാം തീയതി അനുബന്ധിച്ചുള്ള തീയതികളൊന്നും ഈ പ്രാവശ്യം ആ സമയത്ത് ചെല്ലാൻ പറ്റിയില്ല. ഒരു നന്മറിഞ്ഞവരും ചൊല്ലി എല്ലാ ഉപകാരികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് സഹായിക്കുന്നവര്, ശുശ്രൂഷ ചെയ്ത് സഹായിക്കുന്നവര്, അല്ലെങ്കിൽ പലപ്പോഴും സ്ഥലമോ വീടോ ഒക്കെ പല ധ്യാനങ്ങളൊക്കെ ആയിട്ട് തന്നിട്ടുള്ളവര്, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സെമിനാരി വിദ്യാർത്ഥികളെ സുശേഷം പഠിക്കാൻ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദശാംശമൊക്കെ ചെറിയ സംഭാവനകൾ കിട്ടാൻ സഹായിക്കുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവര്, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്നാണ് ഉപകാരികൾ കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങൾ 17:5, ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ 17 വേഴ്സ് 5. അതാണ് അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട്. വചനം ഇതാണ്, വചനമല്ല, തലക്കെട്ട് ഇത് വല്ല നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, വചനം ഇതാണ്: ദരിദ്രനെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. അടുത്ത വചനം: മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. രണ്ടും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വചനമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങളുടെ പുറകിലുള്ള കാരണങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോകുമ്പോൾ, എന്ന് പറഞ്ഞാൽ സഹനമല്ല ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അത് ഉറപ്പായിട്ടും വേണം താനും. അതിന് കാരണം അന്വേഷിച്ചിട്ട് കാര്യമില്ല, അത് ദൈവം തരുന്നതാണ്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കെ ഒരുപാട് നന്മകൾക്ക്, ചട്ടങ്ങൾ, വചനങ്ങൾ അഭ്യസിപ്പിക്കാനുള്ള അവസരങ്ങൾ, ഇറ്റ്സ് എ ഗുഡ് തിങ്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെയുള്ള ചില തകർച്ചകൾ, ഞെരുക്കങ്ങളൊക്കെ വരുന്നതിനെ ചിന്തിക്കുക. അപ്പൊ ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയണത്, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അവനത് തന്നെ വരണം അല്ലെ. പുറത്ത് പറഞ്ഞാലേ ഉള്ളിന്റെ ഉള്ളിലേ അവനന്ന് അങ്ങനെ ചെയ്തതല്ലേ, അത് തിരിച്ചു വരും. എന്റെ പ്രിയപ്പെട്ട ഇത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള ദൈവത്തിനല്ലാതെ വേറെ ആർക്കും അറിയാം. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു ഭാവം കൂടി ചെയ്തു. എന്താ? വിധിക്കരുത്. നിവദിക്കുന്ന അതേ വിധിയാൽ തന്നെ നിവദിക്കും. കണക്ട് ചെയ്ത് നന്മ അഭിഷേകം വരുന്നത് പോലെ തന്നെ തിന്മയും കൂടെ കയറി വരുന്നത് ശ്രദ്ധിച്ചു നോക്കിയേ. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് വിധിക്കാൻ അനുവാദം ഇല്ലാത്ത വിധി എന്തിനാ നമ്മൾ പറയുന്നത്? നീ അങ്ങനെയാണെങ്കിൽ പോലും പറയാൻ നീ ആരാ? അല്ല, നമ്മളാരാ? ചിന്തിച്ചു നോക്കിയേ. അടുത്ത് ദരിദ്രനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. മറ്റൊരു വചനമാണ്: ദരിദ്രന് കടം കൊടുക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. കർത്താവ് വീട്ടുമെന്ന് വചനമുണ്ട്. അപ്പൊ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട, പണമില്ലാത്തവനെ നമ്മൾ പരിഹസിക്കുകയല്ല, പാവപ്പെട്ടവനെ പരിഹസിക്കുകയല്ല എന്നുള്ളത് ഒക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ദൈവം മാത്രം ആശ്രയമുള്ളവൻ അല്ലേ. ദരിദ്രൻ എന്ന് ദൈവം മാത്രം ഉള്ളേ, അവന് വേറെ ആരുമില്ല. അങ്ങനെ പോകുന്നവനെയൊക്കെ നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരുന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിനെ, സൃഷ്ടാവിനെ അല്ല നിന്ദിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഈ വചനങ്ങൾ ഇങ്ങനെ വായിച്ചു വിട്ടാൽ പോലെ, ഓരോ വചനം ഇങ്ങനെ അതിന് സ്പീഡിലൊന്നും വായിച്ചത് കിട്ടിയല്ല, ഒരു ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാ പതുക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാതെ മനസ്സിൽ ടച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അനുദപിക്കണം. അതിന്റെ വചനം എന്തിനാ അനുദപിക്കണം? ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നില്ലേ, മുൻകരുതലാണ് നിയമാനുഷ്ഠാനം. ഓർക്കുന്നുണ്ടോ? മുൻകരുതലാണ് നിയമാനുഷ്ഠാനം. അപ്പൊ നമുക്കൊരു അപകടം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് വചനങ്ങളുടെ പാലനം.
ഇനി അപകടം വന്നിട്ടതിന് ശേഷമേ വണ്ടി സ്പീഡ് കുറച്ച് ഓടിക്കുക എന്ന സ്വഭാവമുള്ളൂ. ഇവൻ അങ്ങനെ ചെയ്തോ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, സ്നേഹമുണ്ട്. അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാവോ? ഈശോയെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന, നന്ദി പറയുന്ന, മഹത്വപ്പെടുത്തുന്ന വലിയ കൂട്ടായ്മ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങൾ, അന്ധകാര ശക്തിയുടെ ഉപദ്രവങ്ങളുടെ, ശല്യങ്ങളുടെ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള തടസ്സം, മടി, അലസത എല്ലാം യേശു നാമത്തിൽ ബന്ധം വിട്ടുപോൾ. എന്റെ പിതാവേ, ഈ വചനം നിങ്ങളെ കാക്കട്ടെ. ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ കൃപ നൽകട്ടെ. അങ്ങനെ നിങ്ങൾ വീഴുമ്പോൾ ഈ വചനം തന്നെ നിങ്ങളെ താങ്ങാൻ ഇട്ടവരട്ടെ എന്ന് ആശീർവദിക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ നിയോഗങ്ങളെ, കുടുംബങ്ങളെല്ലാം ആശീർവദിക്കുന്ന അർത്ഥം. പ്രത്യേക ഉദ്യമങ്ങളെയും കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനകളെ ആശീർവദിക്കുന്നു. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് ഏതെങ്കിലും കാലങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ PDM-ന് ASTM-ന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നന്മ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആശീർവാദം സ്വീകരിക്കുന്നവരിൽ കർത്താവെ അവർക്ക് ഒരു കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ആവശ്യങ്ങളിൽ ഒരു ദൂതനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.